ഈ മുദ്രാ ലോണിന്റെ പരിധി വർദ്ധിപ്പിച്ചതും ഒരു പരിധിവരെ സഹായകരം തന്നെയല്ലേ? മുദ്രാ ലോണിൻ്റെ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം രൂപയായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. ഇത് നിലവിലുള്ള മുദ്രാ ലോണിൻ്റെ, അതായത് ഈ അപേക്ഷകർ അല്ലെങ്കിൽ ലഭിച്ച അപേക്ഷകളുടെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണ്. സർക്കാരിൻ്റെ ഒരു വിജയിച്ച പദ്ധതികളുടെ കൂട്ടത്തിലാണ് മുദ്രാ ലോണിൻ്റെ ഈ പദ്ധതിയെ സർക്കാർ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉജ്ജ്വല പദ്ധതി പോലെ തന്നെ ഈ മുദ്രാ വായ്പയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതികരണം ജനങ്ങളുടെ ഇടയിൽ വന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ഈ 20 ലക്ഷം രൂപയായി ഇതിൻ്റെ പരിധി ഉയർത്തിയിരിക്കുന്നത്. 20 ലക്ഷം രൂപ വരെ നൽകുന്ന ഒരു പ്രഖ്യാപനം ഇപ്പോൾ സർക്കാർ നടത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഏറെ പ്രചാരത്തിലിരിക്കുന്ന പദ്ധതികൾക്കായി എത്രയൊക്കെ തുക ഈ ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്? മൊത്തം ഇതിൻ്റെ ബഡ്ജറ്റ് പേപ്പേഴ്സ് കയ്യിൽ ലഭിച്ചാൽ മാത്രമേ നീക്കിയിരിപ്പ് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഏതായാലും സർക്കാരിൻ്റെ നടപ്പ് പദ്ധതികൾ, ഉജ്ജ്വല പദ്ധതി അതുപോലുള്ള പദ്ധതികൾക്കെല്ലാം തന്നെ സർക്കാർ വലിയ തോതിലുള്ള പണം നീക്കി വെച്ചിട്ടുണ്ടാകും. മാത്രമല്ല, ഏറ്റവും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കർഷകർക്ക് നൽകുന്ന കിസാൻ സമ്മാൻ നിധിയാണ്. അതായത് 6000 രൂപ വരെ 3 മാസം കൂടുമ്പോൾ നൽകുന്നത്. അത് 8000 രൂപയാക്കി ഉയർത്തുമെന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ അത് 6000-ൽ തന്നെ നിലനിർത്താനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ബജറ്റ് പേപ്പേഴ്സ് കയ്യിൽ ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നീക്കിയിരിപ്പ് തുകകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ബസന്ത്, അതുപോലെ ഒരു കാര്യം, ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക പരിഗണന നൽകിയത് രാഷ്ട്രീയപരമായി വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒന്നല്ലേ? തീർച്ചയായും 2 കാര്യങ്ങളാണ് ഇതിൽ ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതായത് ഇതൊരു ആന്ധ്ര ബീഹാർ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ബഡ്ജറ്റ് എന്നുള്ളത്. അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഇവരുടെ പിന്തുണയോടുകൂടി മാത്രമേ ഇന്ന് BJPക്ക് കേന്ദ്രം ഭരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ ബഡ്ജറ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് വലിയ സമ്മർദ്ദം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രത്യേക പാക്കേജിൻ്റെ കാര്യത്തിൽ ആന്ധ്രാപ്രദേശും അതുപോലെ തന്നെ ബീഹാറും പ്രത്യേക പദവി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പ്രത്യേക പദവി നൽകാൻ കഴിയില്ല എന്നുള്ളത് 14ാം ധനകാര്യ കമ്മീഷനെ ഉദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ലോക്സഭയിൽ ഒരു മറുപടിയും നൽകിയിട്ടുണ്ടായിരുന്നു. പ്രത്യേക പാക്കേജ് എന്നുള്ള കാര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ആന്ധ്രയുടെ കാര്യത്തിലാണെങ്കിൽ അമരാവതി പുതിയ സംസ്ഥാനമായി വികസിപ്പിക്കുന്നതിന് വേണ്ടി 15,000 കോടി രൂപ നീക്കിവച്ചിരിക്കുന്നു. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, പ്രത്യേകിച്ച് പുതിയ വിമാനത്താവളങ്ങൾ, പുതിയ മെഡിക്കൽ കോളേജുകൾ, അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര മേഖലയിൽ ബീഹാറിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സർക്യൂട്ട് കേന്ദ്രങ്ങളൊക്കെ തന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ വലിയ വികസന പദ്ധതികളാണ് വരുന്നത്. ഏകദേശം 37,500 കോടി രൂപ 37,500 കോടി രൂപയാണ് ബീഹാറിന് മാത്രമായി ഇപ്പോൾ നമുക്ക് നീക്കിയിരിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള നീക്കിയിരിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. റോഡുകളുടെ കാര്യത്തിലാണെങ്കിൽ 3 പുതിയ എക്സ്പ്രസ് വേകളാണ് വരുന്നത്. അതിനായി 16,000 കോടി രൂപ ഉണ്ട്. വിമാനത്താവളങ്ങൾ വരുന്നു, മെഡിക്കൽ കോളേജുകൾ വരുന്നു. ഈ ടൂറിസ്റ്റ് സർക്യൂട്ടുകളുടെ ഭാഗമായി ഏകദേശം 11,000 കോടി രൂപയാണ് വരുന്നത്. അതായത് ഗയ, ബോധ്ഗയ, നളന്ദ, ഈ 3 പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ വികസനവുമാണ് പ്രധാനമായി സർക്കാർ ലക്ഷ്യമിടുന്നത്. റായ്ഗഡും ഇതിനോട് അനുബന്ധിച്ച് വരുന്നുണ്ട്. ആന്ധ്രയുടെ കാര്യത്തിൽ വരുമ്പോൾ ഇതിലെ രാഷ്ട്രീയ വശം നോക്കുകയാണെങ്കിൽ ചന്ദ്രബാബു നായിഡു 6 കൊല്ലം മുമ്പ് NDAയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഈ ആന്ധ്ര തലസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ആന്ധ്ര പുനഃസംഘടന നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പത്തിൻ്റെ പേരിലായിരുന്നു. 10 കൊല്ലത്തിനിപ്പുറം, അതായത് ഈ നിയമം വന്ന് 10 കൊല്ലത്തിനിപ്പുറം ആ നിയമം നടപ്പാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്നു. അമരാവതി പുതിയ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനമായിരിക്കുമെന്നുള്ള അസന്നിഗ്ധമായ പ്രഖ്യാപനവും സർക്കാർ നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണ അമരാവതി ആയിരിക്കുമെന്ന് ചന്ദ്രബാബു നായിഡുവിൻ്റെ ആദ്യ സർക്കാർ തീരുമാനിച്ചെങ്കിലും കഴിഞ്ഞ തവണ വന്ന ജഗൻമോഹൻ റെഡ്ഡിയുടെ സർക്കാർ അമരാവതിക്ക് മാറ്റിവെച്ചുകൊണ്ട് മറ്റ് 3 മേഖലകൾ സംസ്ഥാനങ്ങളായി ഉയർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളാണ് തുടങ്ങിയിരുന്നത്. ഇപ്പോൾ വീണ്ടും അമരാവതി ആയിരിക്കും ആന്ധ്രാപ്രദേശിൻ്റെ സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമാണ് ബജറ്റ് എന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിട്ടുള്ളത്. ഇതിൽ മറ്റൊരു കാര്യമുള്ളത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന പ്രതികരണമാണ്. ഒന്ന്, ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഈ 10 കൊല്ലത്തിന് ശേഷം ഇത് അംഗീകരിച്ചു എന്നുള്ളത്. 2, ഈ പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഇൻറ്റേൺഷിപ്പ് പദ്ധതി, അതായത് യുവാക്കൾക്ക് ഇൻറ്റേൺഷിപ്പ് പദ്ധതി എന്നുള്ളത് ന്യായപത്രയിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു ആവശ്യമാണ്. ആ ആവശ്യം കോപ്പി അടിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ 2 വിഷയങ്ങളാണ് പ്രധാനമായും കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് ആന്ധ്രയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ കാലതാമസം വന്ന് ഇപ്പോൾ ഈ പ്രഖ്യാപനത്തിലേക്ക് വന്നിരിക്കുന്നു. 2, ഈ ന്യായപത്രയിലെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഇൻറ്റേൺഷിപ്പ് എന്നുള്ളൊരു ആവശ്യം ഇപ്പോൾ നിങ്ങൾ കോപ്പി അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ ആരോപണമായി